സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. പുതുക്കിയ ക്ഷാമബത്ത ജനുവരി മാസത്തെ ശമ്പളത്തോടൊപ്പമാകും ലഭിക്കുക. ഇതുമൂലം സർക്കാരിന് പ്രതിമാസം 86.7 കോടി രൂപയുടെയും പ്രതിവർഷം 1032.84 കോടി രൂപയുടെയും അധിക ബാധ്യതയുണ്ടാകുമെന്ന് ധനവകുപ്പിന്റെ കണക്ക്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% ക്ഷാമബത്ത വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. പുതുക്കിയ ക്ഷാമബത്ത ജനുവരി മാസത്തെ ശമ്പളത്തോടൊപ്പമാകും ലഭ്യമാകുക. കുടിശ്ശിക PF-ൽ ലയിപ്പിക്കും. പെൻഷൻകാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പണമായിട്ട് നൽകാനാണ് തീരുമാനം. ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചതോടെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത നിരക്ക് 12%. ഇതുമൂലം സർക്കാരിന് പ്രതിമാസം 86.07 കോടി രൂപയുടെയും പ്രതിവർഷം 1032.84 കോടി രൂപയുടെയും അധിക ബാധ്യതയുണ്ടാകുമെന്നാണ് കണക്കുകൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത സംഭവത്തിൽ മുൻ മന്ത്രി അനൂപ് ജേക്കബിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷൻ കടയുടമ എന്നിവരെയും പ്രതി ചേർക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പെരിങ്ങാശ്ശേരിയിലെ റേഷൻ കട സസ്പെൻഡ് ചെയ്യാൻ DS ഉത്തരവിട്ടത്. എന്നാൽ മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് ഈ ഉത്തരവ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇതിനെതിരെ തൊടുപുഴ സ്വദേശി അഗസ്തി സമർപ്പിച്ച ഹർജിയിലാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന് പുതിയ പോർമുഖം തുറക്കുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ പരാതിയുമായി ഐ ഗ്രൂപ്പ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ഒപ്പം നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ഉമ്മൻചാണ്ടിയുടെ പരാതി അപക്വം, ഭരണപരാജയം തോൽവിക്ക് കാരണമായെന്നും ഐ ഗ്രൂപ്പ്. 2 ദിവസത്തെ ദില്ലി സന്ദർശനത്തിൽ രാഹുൽ ഗാന്ധി, മുഗൾ വാസ്നിക് തുടങ്ങിയവരെ കണ്ട ഉമ്മൻചാണ്ടി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യത്തിനു പുറമെ ഐ ഗ്രൂപ്പിനെതിരെ പരാതിയും ഉന്നയിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എ ഗ്രൂപ്പ് നേതാക്കൾ പോലും പരാജയപ്പെട്ടതിനു പിന്നിൽ ഐ ഗ്രൂപ്പിന് പങ്കുണ്ടെന്നായിരുന്നു പരാതി. AK ആന്റണിക്ക് മുമ്പിലും ഇതേ പരാതി ഉന്നയിക്കപ്പെട്ടുവെന്ന് ഐ പക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടി ദില്ലിയിൽ നിന്നും മടങ്ങിയതിനു പിന്നാലെ ചെന്നിത്തല ക്യാമ്പ് ഹൈക്കമാൻഡിനെ സമീപിച്ചത്. കോൺഗ്രസ് നേതാക്കളുടെ പരാജയത്തിന് കാരണം ഉമ്മൻചാണ്ടിയുടെ ഭരണപരാജയം തന്നെ. അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്നത് അപക്വം. ഉമ്മൻചാണ്ടിയുടെ സന്ദർശനത്തിനു പിന്നാലെ പ്രശ്നങ്ങൾ തീർന്നുവെന്ന് കരുതിയ ഹൈക്കമാൻഡ് മുമ്പിലാണ് പുതിയ പോർമുഖം ഐ ഗ്രൂപ്പ് തുറന്നിരിക്കുന്നത്. അതേസമയം ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി നൽകിയ വാർത്ത ചെന്നിത്തല വിഭാഗം നിഷേധിച്ചു. എന്തായാലും മാർച്ചിന് ശേഷമേ ഇനി ഹൈക്കമാൻഡ് കേരളത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് അസാധുവാക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താനാകില്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാജ്യരക്ഷയെയും സാമ്പത്തിക താൽപര്യത്തെയും അപകടത്തിലാക്കുമെന്ന വിചിത്രമായ വാദമുന്നയിച്ചാണ് വിവരം നിഷേധിച്ചിരിക്കുന്നത്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട രേഖകൾ സെക്ഷൻ 8(1)A അനുസരിച്ച് നൽകാനാകില്ല എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിന്ന് അഡ്വക്കേറ്റ് DB ബിനുവിന് ലഭിച്ച മറുപടി. എന്നാൽ ഈ വകുപ്പ് ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷയെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ബാധിക്കുന്നതും കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളാണ് പ്രതിപാദിക്കുന്നത്. എന്നിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ വിവരാവകാശ നിയമം തന്നെ അട്ടിമറിക്കപ്പെടുകയാണ്. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾ ചോദിക്കാതെ തന്നെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്ന് നിയമം അനുശാസിക്കുകയും തങ്ങൾ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് രാജ്യത്തെ വളരെ പ്രതികൂലമായി ബാധിച്ച ഒരു തീരുമാനത്തെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ രേഖകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നു എന്ന് അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിക്കാനൊരുങ്ങുകയാണ് DB ബിനു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ട കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗം പ്രൊഫസർ ശ്രീധർ ആചാര്യാലുവിനെതിരെയുണ്ടായ നടപടി ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ നൽകുന്നതിന് വിലങ്ങുതടിയാണ്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ അവസരം നൽകണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിടുകയും ചെയ്തു. ആ ഉത്തരവിട്ട കമ്മീഷണറെ അതിൻ്റെ ചുമതലയിൽ നിന്നും മാറ്റുന്ന അസാധാരണമായ ഒരു നടപടിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ സ്വീകരിച്ചത്. നോട്ട് നിരോധനത്തിൽ RBI കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാർ RBIയെയും പഴിചാരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനത്തിന് ലഭിക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
തൃശൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് മധ്യവയസ്കനെ നഗ്നനാക്കി മർദ്ദിച്ച സംഭവത്തിൽ 5 പേർ പിടിയിലായി. പ്രതികളായ ബാബു, സായ്കുമാർ, ഷുക്കൂർ, മിഖിൽ, സിയാദ് എന്നിവരാണ് പിടിയിലായത്. ശനിയാഴ്ച രാത്രിയാണ് മധ്യവയസ്കനെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ചത്. ദിൽജിത്ത് തൃശൂരിൽ നിന്ന് നൽകും വിശദാംശങ്ങൾ. ദിൽജിത്ത്, ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത്? മനു, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടുവെന്നാരോപിച്ച് മധ്യവയസ്കനായ സലാമിനെ ഒരു സംഘം ആളുകൾ പിടികൂടുകയും അക്രമത്തിന് ഇരയാക്കുകയും ചെയ്തത്. ക്രൂരമായി മർദ്ദിച്ച ശേഷം ഇയാളെ നഗ്നനാക്കി പോസ്റ്റിൽ കെട്ടിയിട്ട് വീണ്ടും മർദ്ദനം തുടർന്ന് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതാണ് പരാതി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരന്റെ സുഹൃത്തും അയൽവാസിയും എല്ലാം ആയ ബാബു ഉൾപ്പെടെയുള്ള 5 പേരാണ് പിടിയിലായത്. മുഖ്യപ്രതി ബാബു, സിയാദ്, നിഖിൽ, ഷിക്കു, സായ്കുമാർ എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടന്ന കൊടുങ്ങല്ലൂർ അഴീക്കോട് പ്രദേശത്ത് തന്നെയാണ് ഇവർ വസിച്ചിരുന്നത്. ഇവരുടെ വീടുകളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അക്രമത്തിന് ഇരയായ സലാം ഈ സംഭവങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മർദ്ദനത്തിൽ ഒരു സംഘം ആളുകൾ പങ്കെടുത്തിരുന്നുവെങ്കിലും അക്രമ സംഭവത്തിന് തുടക്കം നൽകിയത്, നേതൃത്വം നൽകിയത് ഈ പിടിയിലായ 5 പേരാണ് എന്ന് പോലീസിന് ബോധ്യമായതായി പോലീസ് വ്യക്തമാക്കുന്നു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ എത്തി നിൽക്കുകയായിരുന്ന സലാമിനെ സുഹൃത്തും അയൽവാസിയുമായ ബാബു വിളിച്ച് മാറ്റി നിർത്തുകയും അതോടൊപ്പം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മറ്റ് 4 പേരടങ്ങുന്ന സംഘം പിന്നാലെ എത്തി അവർ ഒന്നുചേർന്ന് സലാമിനെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദിച്ച് അവശനിലയിലായ ശേഷമാണ് പൂർണ്ണ നഗ്നനാക്കിയ ശേഷം സമീപത്തെ പോസ്റ്റിൽ കെട്ടിയിടുകയും ദുരൂഹ സാഹചര്യത്തിൽ ആ സമയത്ത് പതിവായി ഇത്തരത്തിൽ ഒരു വീടിന് സമീപം ഇയാളെ കാണാറുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ വളരെയേറെ 100-ലേറെ ആളുകൾ പരിസര പ്രദേശത്ത് എത്തിച്ചേരുകയും ഈ സംഭവം എന്താണ് എന്ന് വ്യക്തമായി അറിയാത്ത ആളുകൾ പോലും ഈ മർദ്ദനത്തിൽ പങ്കുചേർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനത്തിന് ഇരയായി ശരീരമാസകലം പരിക്കേറ്റ നിലയിൽ പല്ലുകൾ പോലും കൊഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള മർദ്ദനത്തിനാണ് സലാം ഇരയായത്. തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായ സലാമിന്റെ മൊഴിയും പരാതിയും അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുഖ്യപ്രതി ബാബു ഉൾപ്പെടെ 5 പേർ പിടിയിലായിരിക്കുന്നത്. ശരി, ദിൽജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നോട്ട് മാറ്റത്തിൽ നരേന്ദ്രമോദിയെ വിമർശിച്ച് ഘടകകക്ഷിയായ ശിവസേന വീണ്ടും രംഗത്ത്. നോട്ട് നിരോധനത്തിലൂടെ ഇന്ത്യയെ മോദി നാഗസാക്കിയും ഹിരോഷിമയുമാക്കി മാറ്റി. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ മന്ത്രിസഭയിൽ എടുത്തതുപോലെയാണ് മോദി റിസർവ് ബാങ്ക് ഗവർണറെ തെരഞ്ഞെടുത്തതെന്നും മുഖപത്രമായ സാമ്നയിലൂടെ ശിവസേന കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ 70 വർഷത്തിനുള്ളിലെ വലിയ മണ്ടൻ തീരുമാനമാണ് നോട്ട് മാറ്റമെന്ന് BJPയുടെ മുൻ കേന്ദ്രമന്ത്രി അരുൺ ഷൂറിയും വിമർശിച്ചു. ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയുടെ മുഖപത്രമായ സാമ്നയുടെ പുതിയ ലക്കത്തിലാണ് നോട്ടുമാറ്റത്തിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനമുയരുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് നാഗസാക്കിയിലും ഹിരോഷിമയിലും പതിച്ച അണുബോംബുകൾക്ക് തുല്യമാണ് മോദിയുടെ നോട്ടുമാറ്റം. നവംബർ 8-ലെ പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യയെ അണുബോംബ് വീണ് നാമാവശേഷമായ നാഗസാക്കിയും ഹിരോഷിമയുമാക്കി നരേന്ദ്രമോദി. പ്രചാരത്തിലിരുന്ന 85% നോട്ടുകളും പിൻവലിച്ചതിലൂടെ രാജ്യത്തെ സാമ്പത്തിക അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടു. എതിർശബ്ദമുയരാതിരിക്കാൻ കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരെ മന്ത്രിസഭയിൽ എടുത്തതുപോലെയാണ് റിസർവ് ബാങ്ക് ഗവർണറെ മോദി തെരഞ്ഞെടുത്തത്. ഊർജിത് പട്ടേൽ ഗവർണറായതോടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ലോകത്തിനു മുമ്പിൽ നാണം കെട്ടെന്നും മുഖപ്രസംഗത്തിലൂടെ ശിവസേന വിമർശിക്കുന്നു. ആരും പറയുന്നത് കേൾക്കാത്ത മോദി സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശങ്ങൾ പോലും ചെവിക്കൊണ്ടില്ല. നോട്ടുമാറ്റത്തെ പിന്തുണച്ച ശരത് പവാറിന്റെ NCPയെയും ശിവസേന പരിഹസിക്കുന്നുണ്ട്. 500-1000 നോട്ടുകൾ പിൻവലിച്ചതു മുതൽ മോദിക്കെതിരെ വിമർശനവുമായി NDA ഘടകകക്ഷിയായ ശിവസേന രംഗത്തുണ്ട്. പല അനുനയ നീക്കങ്ങളും BJP നടത്തിയെങ്കിലും ശിവസേന വഴങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സാമ്നയിലെ മുഖപ്രസംഗം. വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്ന അരുൺ ഷൂറി നോട്ടുമാറ്റത്തെ കഴിഞ്ഞ 70 വർഷത്തെ മണ്ടൻ തീരുമാനമെന്നാണ് വിശേഷിപ്പിച്ചത്. റിസർവ് ബാങ്ക് ഗവർണർ ധനകാര്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. കേരളത്തിലെ സാംസ്കാരിക നായകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJPയുടെ രാഷ്ട്രീയ പ്രമേയം. പുരസ്കാരങ്ങൾക്ക് മുൻപിൽ സാംസ്കാരിക നായകർ മനുഷ്യത്വം പണയം വയ്ക്കുന്നുവെന്നും ഇവരുടെ നീതിബോധം കേരളീയ സമൂഹം വിലയിരുത്തണമെന്നുമാണ് പ്രമേയത്തിലെ പരാമർശം. UDF സർക്കാരിന്റെ അനാസ്ഥയെ തുടർന്നുണ്ടായ ഭക്ഷ്യപ്രതിസന്ധി ഇടതു സർക്കാരിനെതിരായ പ്രക്ഷോഭ ആയുധമാക്കാനും ആഹ്വാനം.
CK പത്മനാഭനെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാൻ കഴിയാതെ പോയതിൽ ഇടഞ്ഞു നിൽക്കുന്ന RSSനെ അനുനയിപ്പിക്കാനാണ് കേരളത്തിലെ സാംസ്കാരിക നായകർക്കെതിരെ BJP രാഷ്ട്രീയ പ്രമേയത്തിലൂടെ വാളോങ്ങുന്നത്. MTയെയും കമലിനെയും കടന്നാക്രമിച്ച AN രാധാകൃഷ്ണന്റെ നിലപാടിനെയാണ് രാഷ്ട്രീയ പ്രമേയം പരോക്ഷമായി പിന്തുണയ്ക്കുന്നത്. ഒപ്പം CKPക്കെതിരെയുള്ള താക്കീതും. മോഡിയെ എതിർക്കുന്നവർ എന്നും സംഘപരിവാരത്തിന്റെ കണ്ണിലെ കരടാണെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം നൽകുന്ന സന്ദേശം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിഷ്കരണത്തെ അപവാദ പ്രചരണം കൊണ്ട് CPMന്റെ നാവുകളായി മാറി തടയാൻ പരിശ്രമിച്ചവരോട് കേരളത്തിന് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവരുടെ ശബ്ദം കേരളം കേൾക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷങ്ങളിൽ വായില്ലാ കുന്നിലപ്പന്മാരെ പോലെ എഴുത്തുപുരയുടെ അകത്തളങ്ങളിൽ കയറി മൗനിബാബയുടെ മകുടം ചൂടാൻ തയ്യാറായിട്ടുള്ള സാഹിത്യ നായകന്മാർ നരേന്ദ്രമോദിയുടെ രക്തത്തിനു വേണ്ടി ഇന്നിറങ്ങുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ബഹുമാനപൂർവ്വം അവർ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവാർഡുകളും പുരസ്കാരങ്ങളുടെയും മുൻപിൽ മനുഷ്യത്വവും ധാർമ്മികതയും പണയം വെക്കുന്നവരാണ് സാംസ്കാരിക നായകർ. ഇവരുടെ നീതിബോധം സാംസ്കാരിക കേരളം വിലയിരുത്തുമെന്ന് BJPയുടെ രാഷ്ട്രീയ പ്രമേയം പറയുന്നു. ഭക്ഷ്യഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്തത് ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന പ്രമേയത്തിൽ ഭക്ഷ്യപ്രതിസന്ധി ഇടതു സർക്കാരിനെതിരായ പ്രചരണമാക്കി മാറ്റാനും അതുവഴി പ്രക്ഷോഭം നടത്താനുമാണ് ആഹ്വാനം ചെയ്യുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്കൂൾ കലോത്സവം ഇന്ന് 3-ാം ദിവസത്തിലാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ലതീഷ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും, കലോത്സവ നഗരിയിൽ നിന്നും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. ലതീഷ്, 3-ാം ദിനത്തിൽ കലോത്സവം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? ഒപ്പം പോയിന്റ് നില എങ്ങനെയാണ്? മനു, ആകെയുള്ള 234 ഇനങ്ങളിൽ 86 മത്സര ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 316 പോയിന്റ് നേടി പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ 1-ാം സ്ഥാനത്ത് ഒപ്പത്തിനൊപ്പം തുടരുകയാണ്. കണ്ണൂർ ജില്ല, ആതിഥേയരായ കണ്ണൂർ ജില്ലയ്ക്ക് 313 പോയിന്റാണുള്ളത്. തൃശ്ശൂർ ജില്ലയ്ക്ക് 312 പോയിന്റും. ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് സ്വർണ്ണക്കപ്പിനായി നടക്കുന്നത്. ഇന്നുള്ള മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന 1-ാം വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കേരള നടന മത്സരമാണ് പുരോഗമിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരം 4 മണിക്കാണ് ആരംഭിക്കേണ്ടതെങ്കിലും 2 മണിക്കൂർ വൈകി ഇപ്പോഴും മത്സരം തുടങ്ങിയിട്ടില്ല. കേരള നടന മത്സരം കുറച്ചെണ്ണം കൂടെ ഇനിയും പൂർത്തിയാകാനുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാടക മത്സരം വേദി 14 പുരോഗമിക്കുന്നു. അതേപോലെ തന്നെ ചാക്യാർ കൂത്ത്, ഓട്ടംതുള്ളൽ തുടങ്ങിയ മത്സരങ്ങളെല്ലാം മറ്റു വേദികളിലും നടക്കുന്നുണ്ട്. ഇന്ന് ചില വേദിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും ഉണ്ടായി. കോൽക്കളി നടക്കേണ്ട 3-ാം വേദിയിൽ സ്റ്റേജിൻ്റെ പ്രശ്നം കാരണം വേദി മാറ്റേണ്ട സാഹചര്യമുണ്ടായി. 2-ാം വേദിയിലേക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കോൽക്കളി മത്സരം മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗം വൃന്ദവാദ്യ മത്സരം 2-ാം വേദിയിൽ തുടരുകയാണ്. ഈ വൃന്ദവാദ്യ മത്സരം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും കോൽക്കളി മത്സരം ഈ പറയുന്ന 2-ാം വേദിയിൽ ആരംഭിക്കുക. ഇപ്പോഴും ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കേരള നടന മത്സരം 1-ാം വേദിയിൽ തുടരുകയാണ്. വലിയൊരു ജനാവലി തന്നെയാണ് പല വേദികളിലും ഉള്ളത്. പ്രത്യേകിച്ച് നാടകവേദിയിലും ഈ 1-ാം വേദിയായ നിളയിലുമൊക്കെ വലിയ പ്രാതിനിധ്യം കാണികളുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ ജില്ലകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് സ്വർണ്ണക്കപ്പിനായി. മനു. ശരി, ലതീഷാണ് വിശേഷങ്ങൾ പങ്കുവച്ചത്. മറ്റ് കലോത്സവവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടിയുണ്ട്. ഫാസിസത്തോടുള്ള പ്രതിഷേധമായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിക്ക നാടകങ്ങളും. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്ത്രീപക്ഷ കാഴ്ചയായ ധീരാബായി ശക്തമായ പ്രമേയം കൊണ്ട് കാണികളുടെ കയ്യടി നേടി. ധീരാബായിക്ക് സമൂഹത്തോട് പങ്കുവയ്ക്കാനുള്ളത് ജാതിപരമായ യാതനാനുഭവത്തിന്റെ പ്രതിഷേധം മാത്രമല്ല, കറുപ്പിന്റെ, വിശപ്പിന്റെ, പ്രണയത്തിന്റെ, പ്രതികാരത്തിന്റെ അടങ്ങാത്ത രോഷപ്രകടനം. കാലം എത്ര ഡിജിറ്റലാകുമ്പോഴും നെറികെട്ട ജാതി വ്യവസ്ഥയോടുള്ള പെണ്ണിന്റെ ഒടുങ്ങാത്ത പ്രതിഷേധം. രോഹിത് വെമുലയെയും മുഹമ്മദ് അഖ്ലാഖിനെയും ജാതീയ വ്യവസ്ഥയ്ക്ക് രക്തസാക്ഷികളാക്കിയ സമൂഹത്തിന് നേരെയുള്ള പേയാട്ടാണ് KG ശങ്കരപിള്ളയുടെ കവിതയുടെ നാടകാവിഷ്കാരം ധീരാബായി. അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള കഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാതെ അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരിത് വരും. പിന്നെ നമ്മുടെ സ്കൂൾ ജീവിതം ഇപ്പോഴത്തെ +2, +1 ഒന്നിനും നമുക്ക് മിണ്ടാൻ വോയിസ് ഇല്ല. പൊളിറ്റിക്കലായിട്ട് ഒരു രീതിയിലും നമുക്ക് ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴത്തേക്ക് സ്കൂളുകളുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറിയുമ്പോൾ അതിനോട് എങ്ങനെയെങ്കിലുമൊക്കെ പ്രതികരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വരും. ചത്തപ്പയ്യനെ കുഴിച്ചിടാൻ വിധിക്കപ്പെട്ടവൻ പശുവിനെ ലാളിച്ചതിന് കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ വിധവയുടെ സമൂഹത്തോടുള്ള പ്രതികരണമാണ് നാടകത്തിന്റെ പ്രമേയം. MG ശശിയാണ് നാടകാവിഷ്കരണം നടത്തിയത്.
ഇത്തരം ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി ധൈര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ്. അതിൻ്റെ പുറകിൽ മറ്റ് അപകടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെ കാഴ്ചപ്പാട് ശക്തമായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വിഷയം. ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം ദളിത് വിഷയമായാലും സ്ത്രീയുടെ വിഷയമായാലും പരിസ്ഥിതിയുടെ വിഷയമായാലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട എന്ന് പറയുന്ന പ്രശ്നങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു സോഷ്യൽ മൂവ്മെൻറ്റിനും ഒരു തരം കലാപ്രവർത്തനത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര അടിച്ചമർത്തിയാലും അരികുവൽക്കരിക്കപ്പെട്ടവൻ പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടകുളത്തിനൊപ്പം വിനിഷ വൃന്ദാവൻ.